നീറ്റ് യുജി പരീക്ഷാ നടപടികൾ സുപ്രീം കോടതിയിൽ വിശദീകരിച്ച് അഡീഷണൽ സോളിസിറ്റർ ജനറൽ. ചോദ്യപേപ്പർ അച്ചടിക്കുന്നത് മുതൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് വിശദീകരിച്ചത്. ചോദ്യപേപ്പർ ചോർന്ന ഹസാരിബാഗിൽ ചോദ്യപേപ്പറുകൾ എത്തിയത് ഏപ്രിൽ 28-ാം തീയതിയെന്ന് NTA-യും വ്യക്തമാക്കിയിട്ടുണ്ട്. ഷബ്ന സിയാദ് ചേരുകയാണ്. ഷബ്ന, എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിവരങ്ങൾ? പരീക്ഷയുമായി ബന്ധപ്പെട്ട നിരവധി ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. ഈ ഹർജികളിൽ ഇപ്പോഴും വാദം തുടരുകയാണ്. അഡീഷണൽ സോളിസിറ്റർ ആണ് വാദം നടത്തുന്നത്. ഇതിൽ പ്രധാനമായും അഡീഷണൽ സോളിസിറ്റർ ഇപ്പോൾ കോടതിയെ അറിയിച്ചിട്ടുള്ളത് ചോദ്യപേപ്പർ അച്ചടിക്കുന്നത് മുതൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തുന്നത് വരെയുള്ള വിവരങ്ങൾ അറിയിക്കാൻ കോടതി നേരത്തെ നിർദ്ദേശം നൽകിയതാണ്. ഇതിന്റെ വിശദാംശങ്ങൾ അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിച്ചു. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഇതിൽ കൃത്യമായൊരു വിശദീകരണം രേഖാമൂലം നൽകണം എന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിശദീകരണം നൽകുന്നത്. 550-നും 720-നും ഇടയിൽ മാർക്ക് നേടിയവർ 77,000 വിദ്യാർത്ഥികൾ ഉണ്ട് എന്നാണ് കോടതിയിൽ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് 23 ലക്ഷം കുട്ടികളുടെ ഭാവിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ പുനഃപരീക്ഷ വേണമോ എന്ന കാര്യത്തിൽ കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് സുപ്രീം കോടതി ഈ വാദം തുടങ്ങിയപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും സുപ്രീം കോടതിയിൽ ഇപ്പോഴും വാദം തുടരുകയാണ്. ശരി, നീറ്റ് യുജി പരീക്ഷാ നടപടികളാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ അഡീഷണൽ സോളിസിറ്റർ ജനറൽ വിശദീകരിച്ചിരിക്കുന്നത്. ചോദ്യപേപ്പർ അച്ചടിക്കുന്നത് മുതൽ പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങളാണ് വിശദീകരിച്ചത്. വിശദാംശങ്ങൾ നൽകിയത് ഷബ്ന സിയാദ്.